ബെസ്റ്റ് സൂപ്പർ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളും വിശാലമായ പാർക്കിംഗ് സജ്ജീകരണങ്ങളും ഒരുക്കി ഹൈപ്പർ മാർട്ടായി വിപുലീകരിച്ചിരിക്കുന്നു. അതിരുകളില്ലാത്ത അങ്ങാടി. ബെസ്റ്റ് ഹൈപ്പർ മാർട്ട്, എടവണ്ണപ്പാറ. എടവണ്ണപ്പാറ ജംഗ്ഷൻ വികസനം. കൊണ്ടോട്ടി MLA TV ഇബ്രാഹിമിന്റെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് രൂപരേഖ ചർച്ച ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി, ബിൽഡിംഗ് ഓണേഴ്സ്, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, വ്യാപാരികൾ ചർച്ചയിൽ പങ്കെടുത്തു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച കൊണ്ടോട്ടി എടവണ്ണപ്പാറ അരീക്കോട് റോഡിന്റെ നവീകരണത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി എടവണ്ണപ്പാറ ടൗൺ നവീകരണത്തിന്റെ രൂപരേഖ TV ഇബ്രാഹിം MLAയുടെ നേതൃത്വത്തിൽ പരിശോധിച്ചു. 108 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന റോഡിന്റെ ഒന്നാം ഘട്ട വികസനം ഇതിനോടകം പൂർത്തീകരിച്ചിരുന്നു. രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി 6 ടൗണുകളും 2 പാലങ്ങളും വികസിപ്പിക്കുന്നുണ്ട്. അതിൽ ഏറെ തിരക്ക് പിടിച്ച എടവണ്ണപ്പാറ ടൗൺ വികസനത്തിന്റെ രൂപരേഖ KRFB തയ്യാറാക്കി മാർക്ക് ചെയ്തത് ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികളെയും കെട്ടിട ഉടമകൾ, കച്ചവടക്കാർ എന്നിവരെയും ബോധ്യപ്പെടുത്തി. ജംഗ്ഷനിൽ നിന്നും കൊണ്ടോട്ടി അരീക്കോട് റോഡിലേക്ക് 150 മീറ്റർ നീളത്തിലും വാഴക്കാട് എളമരം റോഡിലേക്ക് 50 മീറ്റർ നീളത്തിലും റോഡിന്റെ ഇരുവശങ്ങളിലും വികസിപ്പിക്കും. ഇതിന് നഷ്ടപരിഹാരം നൽകി കെട്ടിടം ഏറ്റെടുക്കുന്നതാണ് പദ്ധതി. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ എടവണ്ണപ്പാറ ടൗൺ ഉൾപ്പെടെയുള്ള 6 ടൗണുകൾ വീതി കൂട്ടി വിപുലീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ലാൻഡ് അക്വിസിഷൻ ആവശ്യമുണ്ട്, കെട്ടിടങ്ങൾ പൊളിക്കേണ്ടി വരും, അങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതിൻ്റെ ഓരോ നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ ഒന്നാമത്തെ നടപടിക്രമമാണ് ഇന്ന് കഴിഞ്ഞിട്ടുള്ളത്. ഇന്ന് ഏതെല്ലാം സ്ഥലമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയുണ്ടാക്കി. കെട്ടിട ഉടമകളുണ്ടായിരുന്നു, അതുപോലെ തന്നെ വ്യാപാരി വ്യവസായികളുണ്ടായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ എല്ലാവരും ഇന്ന് ഈ എടവണ്ണപ്പാറയിലുണ്ടായിരുന്നു. അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഏത് സ്ഥലമാണ്, ഏത് കെട്ടിടമാണ്, ഏതൊക്കെ ഭാഗങ്ങളാണ് ഇതിനു വേണ്ടി ഏറ്റെടുക്കുന്നത് എന്നുള്ള ഒരു ക്ലാരിറ്റി വരുത്തി അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കി അതിൻ്റെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കേണ്ടതുണ്ട്, മറ്റു നടപടിക്രമങ്ങളിലേക്കൊക്കെ പോകേണ്ടതുണ്ട്. സാമൂഹ്യാഘാത പഠനം അടക്കമുള്ള നടപടിക്രമങ്ങളൊക്കെ ബാക്കിയുണ്ട്. ആ ബാക്കിയുള്ള നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കി എടവണ്ണപ്പാറ ടൗണിൻ്റെ പ്രത്യേകിച്ച് ജംഗ്ഷൻ്റെ വിപുലീകരണം, ഒരുപാട് ട്രാഫിക് ഇഷ്യൂസ് ഉള്ള, ഒരുപാട് അപകടങ്ങൾ നടക്കുന്ന വളരെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് എടവണ്ണപ്പാറ ടൗൺ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എളമരംകടവ് പാലവും കൂളിമാട് പാലവും കൂടി വന്നതുകൊണ്ട് നമ്മുടെ എയർപോർട്ടിലേക്കൊക്കെ ആളുകൾ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് എടവണ്ണപ്പാറ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വിപുലീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒന്നാം ഘട്ട പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. വ്യാപാരികൾക്ക് അർഹമായ നഷ്ടപരിഹാരം വേണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് ജനറൽ സെക്രട്ടറി നൌഷാദ് വട്ടപ്പാറ ആവശ്യപ്പെട്ടു. എടവണ്ണപ്പാറിനെ സംബന്ധിച്ചിടത്തോളം നഗര വികസനവും സൗന്ദര്യവൽക്കരണത്തിനൊക്കെ വ്യാപാരികൾ പൂർണ്ണ സ്വാഗതം ഓതുകയാണ്. അതോടൊപ്പം തന്നെ വ്യാപാരികൾക്ക് വരുന്ന കനത്തമായ നഷ്ടം, ആഘാതം, അത് ഏകദേശം 160ഓളം കടകൾ നേരിട്ടും ഏകദേശം 60ഓളം കടകൾ ഭാഗികമായും നഷ്ടപ്പെട്ടു പോയി. നമ്മുടെ വ്യാപാരികൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ അതിനെ ശക്തമായിട്ട് തന്നെ പ്രതിഷേധിക്കേണ്ടി വരും, പ്രതിരോധിക്കേണ്ടി വരും. കച്ചവടക്കാർ 40, 45, 50 വർഷത്തോളം കാലം കച്ചവടം ചെയ്ത് സ്വന്തമായിട്ട് സ്കില്ല് ഉണ്ടാക്കി കൊണ്ടുവന്ന കച്ചവടം നിലനിർത്താൻ വേണ്ടി പ്രയാസപ്പെടുന്ന ഈ സമയത്ത് ഇത്തരം വികസന പ്രവർത്തനത്തോട് യോജിപ്പുണ്ടെങ്കിൽ പോലും കച്ചവടക്കാരെ തെരുവിറക്കിക്കൊണ്ടുള്ള ഒരു വികസനം വളരെ പ്രയാസവും പ്രതിസന്ധിയും സാമൂഹിക ആഘാതവും സൃഷ്ടിക്കും എന്നുള്ളത് തീർച്ചയാണ്. ബദൽ മാർഗ്ഗങ്ങൾ എന്നുള്ള ഒരുപാട് മാർഗ്ഗങ്ങൾ ഇവിടെ പലരും സൂചിപ്പിച്ചിട്ടുണ്ട്. ബൈപ്പാസ് ഉൾപ്പെടെ, ലിങ്ക് റോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോകുമ്പോൾ എടവണ്ണപ്പാറയെ സംബന്ധിച്ചിടത്തോളം അത് വികസനത്തിൻ്റെ ഡെപ്ത് കൂട്ടും, വികസനം കൂടുതലുണ്ടാവും. എടവണ്ണപ്പാറ ചുറ്റുപാടും ബിൽഡിങ്ങുകളും കെട്ടിടങ്ങളും മറ്റ് സ്ഥാപനങ്ങളും വരുന്നത് വഴി പഞ്ചായത്തിനും സർക്കാരിനും വലിയൊരു മുതൽക്കൂട്ടാവും. ആ നിലയിൽ ചിന്തിക്കണം എന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളായ ഞങ്ങൾക്ക് ഇതിനോടകം പറയാനുള്ളത്. കൂളിമാട് എളമരം പാലം വന്നതോടെ എടവണ്ണപ്പാറ ജംഗ്ഷനിൽ അനിയന്ത്രിത വാഹന തിരക്കും അപകടങ്ങളും പതിവായതുകൊണ്ടാണ് എടവണ്ണപ്പാറ ജംഗ്ഷൻ വികസനം വേഗത്തിലാക്കുവാൻ തീരുമാനിച്ചത്. കച്ചവടക്കാർക്കും കെട്ടിട ഉടമകൾക്കും പരമാവധി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് ഇടപെടൽ നടത്താമെന്ന് MLA യോഗത്തിൽ ഉറപ്പു നൽകി. TV ഇബ്രാഹിം MLA, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് MK നൌഷാദ്, എളങ്കയിൽ മുംതാസ്, വൈസ് പ്രസിഡന്റ് ഷമീന സലീം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഭദ്ര ശിവദാസൻ,
KRFP അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ രാജേഷ് ആർ, AE വിപിൻ ബേബി, രാഷ്ട്രീയ പാർട്ടി നേതാക്കളും വ്യാപാരി പ്രതിനിധികളും പങ്കെടുത്തു. ന്യൂസ് 10 വാഴക്കാട്. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.